അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മുടെ കുഞ്ഞുവിൻ്റെ മനസ്സിൽ ആകപ്പാടെ എന്തൊക്കെയോ ഒരു ചമ്മല്. റബ്ബേ, എന്നോട് ഷാമോൻക്ക് എന്താപ്പം ചോദിച്ചത്? ഛേ, എന്നെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ? ഞാനിതുവരെ സത്യമായിട്ടും ആരോടും ഒന്നിനും പോയിട്ടില്ല. ഇനി എന്നെക്കുറിച്ച് ഷാമോൻ എന്തായിരിക്കും വിചാരിച്ചിരിക്കുക? ഇവൻ ഇങ്ങനത്തെ ആളോന്ന് വിചാരിച്ചോ? അതുമല്ല, പെട്ടെന്ന് എൻ്റെ വീട്ടിലാണെങ്കിൽ അവൾ താമസിക്കാൻ വന്നും ചെയ്തു. ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും ഇവൻ്റെ സ്വഭാവം മാറിയോ എന്ന് വിചാരിച്ചോ? എനിക്കറിയുന്നില്ലല്ല. ശരിക്കും പറഞ്ഞാൽ അവൻക്ക് വല്ലാത്ത വിഷമമായിരുന്നു ആ രാത്രിയിൽ. അവൻ അതാ ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു, കുട്ടിയെ എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ലമ്മ. ആ രാത്രി എങ്ങനെയൊക്കെ അവൻ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ എന്നും പോകുന്ന സമയത്ത് അവൻ അതാ ഷോപ്പിലേക്ക് പോകുന്നില്ല. മോനെ, എന്നാ മോനെ ചായ അടിച്ചോളി, നേരെ വൈകണ്ട. എൻ്റെ കുട്ടി മാറ്റിയില്ലേ? ഇന്ന് നേരമാകുമ്പോൾ എൻ്റെ കുട്ടി എല്ലാം മാറ്റി റെഡിയാകുന്നാണല്ലോ. ഇത് എന്ത് പറ്റി? എന്ത് മോനെന്ന് ലീവാണോ? ഉമ്മ, ഞാനിന്ന് പോകുന്നില്ല ഷോപ്പിൽ. അതെന്താടാ? ഒന്നുമില്ലമ്മ, ഞാൻ എൻ്റെ കുട്ടിക്ക് നേരത്തെ വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച്. പഠിച്ചോനെ, ആ എൻ്റെ മോനെ ഇന്ന് ലീവാക്കണോ? ഷാമോൻക്ക് തിരക്കുള്ള സമയമല്ലേ. എൻ്റെ കുട്ടി അവിടെ ആ ഒരു കാഷ്യറിൽ ഇരുന്നാലും തന്നെ സമാധാനമല്ലേ? ഓനക്കൊരാളാവൂലേ? എന്തിനാ മോൻ്റെ കുട്ടി ലീവാക്കണേ? പിന്നെ ഒരു ദിവസത്തെ കൂലി കണ്ട് മോൻക്ക് പനിച്ചിട്ടുണ്ടോ? ഉമ്മ അതാ അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കി. പഠിച്ചോനെ, നല്ല പനി ഉണ്ടല്ലോ എൻ്റെ കുട്ടിക്ക്. ഫസിയേ, ആ ഉമ്മ എന്തേ? ഇങ്ങോട്ട് നോക്കടി, കുഞ്ഞുമോൾക്ക് നല്ല പനിയുണ്ട്. തൊട്ടോക്കാ. പഠിച്ചോനെ, ഇത്താൻ്റെ കുട്ടിക്ക് എന്തിടാ? ഇത്ത, അത് എനിക്ക് ഒന്നുമില്ല, അത് പനി ഇങ്ങനെ ചെറുതായിട്ട്. എന്തിടാ, എന്ത് പറ്റി? എന്തേ കണ്ട് പേടിച്ചോ? ഒന്നുമില്ല, പറയാൻ പറ്റൂലേ, ചിലപ്പോൾ മുച്ചന്തി മോന്തിക്കൊക്കെ വരുന്നതല്ലേ. എന്തെങ്കിലും പറ്റുമോ? എന്താവാ? അള്ളാഹു ആലം. റബ്ബേ, വല്ലാത്തൊരു പുതുമ. പഠിച്ചവനെ, നന്നായിട്ട് പനിക്കണ്ടല്ലോ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോലെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ലമ്മ. അതൊരു പാരസെറ്റമോൾ കുടിച്ചാണ് മാറും, അല്ലെങ്കിൽ ഒന്ന് ആവി പിടിച്ചാൽ മതി, അതൊക്കെ മാറിക്കോളും. അതന്നെ എൻ്റെ കുട്ടി ഇന്ന് മാറ്റി കാണുന്നില്ല. എന്നാൽ അത് കേട്ടുകൊണ്ട് ഉപ്പ അങ്ങോട്ട് വന്നു. എന്തിയടി? കുഞ്ഞുമോൻ എന്തിയേ? കുഞ്ഞുമോനെ. ഉപ്പ, എന്തിപ്പാൻ്റെ കുട്ടിക്ക്? ഉപ്പ ആകെ ബേജാറായിപ്പോയി. കാരണം എൻ്റെ മോൻ അങ്ങനെ ഇതുവരെ പണിക്കൊന്നും ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. എന്നും പോകണാണ് എൻ്റെ കുട്ടി. ഉപ്പാൻ്റെ കുട്ടിക്ക് എന്തേ? സ്നേഹത്തോടെ ആ പിതാവ് കുഞ്ഞുവിനെ ചേർത്ത് പിടിച്ചു. ഉപ്പ, ഒന്നുമില്ല, അത് ചെറിയൊരു തലവേദനയും പനിക്കട്ട, ഒന്നുമില്ല. എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവലില്ലല്ലോ. എന്നാൽ ഉമ്മയും ആകപ്പാട് ടെൻഷനായി. കാരണം ഞങ്ങൾക്കുള്ള ആകെ ഒരേ ഒരു തരിയാണ് ഞങ്ങളെ ഓനെ നയിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ കഴിയണത്. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇടങ്ങാറാണ്. ഉപ്പാൻ്റെ കുട്ടി എന്നാ 2 ദിവസത്തിന് പോകണ്ട കേട്ടോ, ലീവ് എടുത്തോളി. കാരണം മറ്റൊന്നുമല്ല, ഉപ്പാൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ബേജാറാണ്ട. എല്ലാത്തിനും ഇവിടെ ഞാൻ ഉണ്ടല്ലോ. ഉപ്പാൻ്റെ കുട്ടി വിഷമിക്കണ്ട ഉപ്പ. എന്നാൽ അവന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഉമ്മ, ഞാനിപ്പോൾ വരാം. എന്താ മോനെ? അപ്പോഴേക്കും അവൻ മുകളിലത്തെ റൂമിലേക്ക് പോകാൻ അവൻ കഴിഞ്ഞില്ല. 2 സ്റ്റെപ്പ് കയറി അവൻ അവിടെ ഇരുന്നു. എന്തിൻ്റെ കുട്ടിക്ക് റബ്ബേ, എന്താ പഠിച്ചവനെ പറ്റിയത്? എൻ്റെ കുട്ടിക്ക് തീരെ വെയ്യല്ലോ, എന്തേ പറ്റിയത്? ഉമ്മാൻ്റെ കുട്ടി ഇവിടെ ഒന്ന് കിടന്നാളേ. ഫസീലയും ആകെ ടെൻഷനായി. റബ്ബേ, എൻ്റെ കുഞ്ഞുവിന് എന്തിടാ? തൻ്റെ കുട്ടിക്ക് എന്തേ പറ്റി? ഒന്നുമില്ല, ഞാൻ ഒന്ന് കിടന്നാൽ ശരിയാവും. എന്നാൽ ഒന്ന് കിടന്നോളി നല്ലോന്ന്. അപ്പോഴേക്കും ഉമ്മ നല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കി നേരെ അവൻ്റെ അടുത്തേക്ക് എത്തി. എന്നാ മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇത് കുടിച്ചാളി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുഞ്ഞുവിന് ആ ചുക്ക് കാപ്പി കൊടുക്കുന്നു. എന്നാൽ അത് കുടിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. എന്താ മോനെ? ഒന്നുമില്ലമ്മ, നല്ലൊരു സുഖം തൊണ്ടക്കൊക്കെ. എന്നാൽ അവന് അതിലേറെ ഒരു നാണക്കേടായിരുന്നു. കാരണം ഞാനെല്ലാം കൊണ്ടും ഞാൻ ഇതുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ഷാമോൻ അത് വിളിച്ച് ചോദിച്ചപ്പോൾ വേറെന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ ആവോ? സത്യം പറയണം, നിനക്ക് അവളോട് ഇഷ്ടമുണ്ടോ?
നിൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് എന്നോട് പറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ റബ്ബേ ഞാൻ എന്ത് ചെയ്യണമെന്നായിപ്പോയി. കുഞ്ഞുവിന് നല്ല പനി. എന്നാൽ ഷാമോന് അന്ന് ഷോപ്പിലെത്തി. എന്നും ക്യാഷിലിരിക്കുന്ന കുഞ്ഞുവിനെ കാണുന്നില്ല. എന്നാൽ എന്തൊക്കെയോ പറയുവാൻ വേണ്ടിയിട്ടായിരുന്നു ഷാമോൻ എന്ന് വന്നത്. അവൻ അന്ന് വീട്ടിൽ നിന്നും അല്പം നേരത്തെ ഇറങ്ങിയിരുന്നു. ഉമ്മ ഇന്ന് കുറച്ച് നേരത്തെ പോകണട്ടോ. അതെന്താടാ? ഒന്നുമില്ല, കുറച്ച് സംസാരിക്കാണ്ട്. ഓ അങ്ങനെ അങ്ങനെ അതാ നേരത്തെ എത്തിയപ്പോൾ അവൻ്റെ ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഷാമോൻ ഒന്ന് ഞെട്ടി. അല്ല, എവിടെ കുഞ്ഞു എത്തിയില്ലേ? തൊട്ടപ്പുറത്തുള്ള സ്റ്റാഫിനോട് ഇല്ല, എത്തിയിട്ടില്ല. അതെന്തേ? ആ നിമിഷം തന്നെ അതാ കുഞ്ഞുവിൻ്റെ ഫോണിലേക്ക് അടിച്ചു. ഫോൺ ഉമ്മയാണ് എടുത്തത്. ഹലോ. ആ ഉമ്മ, പിന്നെ കുഞ്ഞു എന്തു പറ്റി? പൊന്നാര മോനെ, ഓനക്ക് പനിയാണ്. ഓന് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങി. ഓന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഓനെ വിളിക്കാൻ നിന്നപ്പോഴേക്കും ഓന് തീരെ വയ്യ മോനെ, നല്ലോണം പനിക്കുണ്ട്. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട്. എന്തു പറ്റി ഉമ്മ? എന്താ അവനക്ക്? എന്തെങ്കിലും കാലാവസ്ഥൻ്റെതോ അതോ വെയിൽ കൊണ്ട് നീരിറങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? മഴ കൊള്ളു എങ്ങനെ? പൊന്നു മോനെ, എന്നാൽ രാത്രി ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലേനു. അത് ശരി. ഓക്കെ ഓക്കെ, അപ്പോൾ ശരി അങ്ങനല്ലേ. ആയിക്കോട്ടെ, എന്നാൽ റെസ്റ്റ് എടുക്കട്ടെ അവൻ കേട്ടോ. എന്നാൽ ശരിക്കും ഷമ്മാസിന് നല്ലൊരു ടെൻഷനായത്. കാരണം വിവാഹത്തിന് കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം എന്നൊക്കെ ചിന്താഗതിയും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു നിന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ശരിക്കും ഷമ്മാസിന് നല്ല സങ്കടം ഉണ്ടായി. എന്നാൽ ആ ഷോപ്പ് ഐഷാസ് മൊബൈൽസ് വേൾഡ് അന്ന് കുഞ്ഞു ഇല്ലായിട്ട് അതിനൊരു ഉഷാറ് കിട്ടിയിരുന്നില്ല. ആകപ്പാടൊരു മൂകത, ഒരു മ്ലാനത. എന്നാൽ മറ്റ് സ്റ്റാഫുകളും പറഞ്ഞു അവനില്ലാണ്ട് നല്ല ഒരുപാട് ആളുകൾ കുറഞ്ഞ പോലല്ലേ. പറയുമ്പോൾ കൂടുതൽ സംസാരിക്കൊന്നും ഇല്ല, എന്നാലും ഉള്ള നല്ല പോയിന്റ് സംസാരം അവൻ പറയും. സത്യം പറഞ്ഞാൽ അവനില്ലായിട്ട് വല്ലാതൊരു മൂഡ് ഓഫ് അല്ലേ ഷാമോൻക? അതെ, എന്തൊക്കെ തന്നെയാലും വേഗം കൊണ്ടുവരിട്ടോ. എന്താ പനി, നമുക്കൊന്ന് കാണാൻ പോയാലോ? തൽക്കാലം ഞാൻ ഫസ്റ്റ് ഒന്ന് പോയോക്കട്ടെ. എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു കുഞ്ഞുവിൻ്റെ വീട്ടിലേക്ക്. അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം അവിടെ എത്തി. എന്നാൽ സിറ്റ് ഔട്ട് തൻ്റെ നവാസ്കയുടെ മക്കൾ കളിക്കുന്നു. ആപ്പാപ്പയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഷാമോനപ്പ വന്നു, ഷാമോനപ്പ. സന്തോഷത്തോടെ ആ മക്കളെ വാരിയെടുത്തു. മക്കളെ, ആപ്പാപ്പൻ്റെ മക്കളെവിടെ? മാഷാ അല്ലാ, വലിയ കുട്ടികളായിക്കണല്ലേ. ഓക്കെ. എന്നാൽ ശബ്ദം കേട്ട് ഫസീല ഓടിയെത്തി. അല്ലാ മോനെ, ഷാമോനെ ഇരിക്കേ, പഠിച്ചോനെ. അല്ലാ റബ്ബേ. ഉമ്മാ ഇതാരാ വന്നു നോക്കി? അല്ലത്താ, എവിടെ എവിടെ നമ്മളെ കുഞ്ഞെവിടെ? മുകളിലാണോ? അല്ല, അവന് 2 സ്റ്റെപ്പ് കയറാൻ നിന്നപ്പോൾ തന്നെ അവിടെ നിലത്ത് അവിടെ സ്റ്റെപ്പിലിരുന്നു. അവന് വയ്യ. പെട്ടെന്ന് അതാ ഷാമോൻ കുഞ്ഞുവിൻ്റെ റൂമിലേക്ക് എത്തുന്നു. ആ വാതിൽ ചാരിട്ടില്ല, പൂട്ടിയിട്ടില്ല, തുറന്നോളൂ. കുഞ്ഞു കുഞ്ഞു, ആഹാ നല്ല മൂടി പൊതച്ച് കിടക്കുകയാണല്ലോ കുഞ്ഞു. എന്താ മോനെ, എന്തു പറ്റി? ഷാമോൻ അവൻ്റെ കട്ടിലിനരികിൽ ഇരുന്നു. കുഞ്ഞു. ഷാമോൻക്ക. അവൻ പതുക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്താടാ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? എന്ത് പറ്റിയത്? അവൻ്റെ നെറ്റിത്തടത്തിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലക്ക, ഒരു ക്ഷീണം, ഒരു പനിയൊക്കെ പാടെ. ഓ അങ്ങനെ, ആഹാ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. അല്ല മോനെ, ഇവിടെ ഇങ്ങനെ കിടത്തിക്കാണോ? ഞാൻ ചുക്ക് കാപ്പി പിടിച്ചു. വേണ്ട വേണ്ട, വാ വേഗം ഒന്ന് പോയി വരാം. അല്ലാ ഇങ്ങനെ കിടന്നാലേ ഇക്ക. എന്നാൽ ഷാമോനെ ചോദിച്ചു, എന്താടാ നിനക്ക് എന്തെങ്കിലും ടെൻഷനായോ? എന്നാൽ ഷാമോൻ്റെ കൈകൾ അവൻ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് എന്ത് തെറ്റ്? അതിനാരും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് ആദ്യമായിട്ട് അങ്ങനൊരു അനുഭവം. അതൊരിക്കൽ പോലും ഞാൻ വേണ്ട രീതിയിൽ ഞാനത് ശരിക്ക്. എന്താടാ നീ പറയുന്നത്? എന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും ഷാമോൻക്ക അങ്ങനെയല്ല, എനിക്കറിയാതെ. എൻ്റെ പൊന്നു ചെങ്ങായി, എന്താ ഇത്? എഴുന്നേറ്റ് ഇത്ത, അവൻ്റെ ഒരു ഡ്രസ്സും എടുത്തേ. അപ്പോഴേക്കും അതാ ഫസീല അവൻ്റെ ഡ്രസ്സും എടുത്ത് വന്നു. ഷമ്മാസ് അവൻ്റെ ഡ്രസ്സ് മാറ്റിക്കൊടുത്തു.
ഇങ്ങോട്ട് ഊരിട. എന്ത് ഇത്ര നാണം? ഒരു ഷർട്ട് ഊര എത്ര നാണാണോ? അത് ഞാൻ ആണല്ലേ. അവൻ്റെ ആ മനോഹരമായ വെളുത്ത മേനി ശരിക്കും ഷമ്മാസ് കണ്ടിട്ട് പറഞ്ഞു, മാഷാ അല്ലാ. പെട്ടെന്ന് തന്നെ അവൻ ആ കുപ്പായം ഇട്ടുകൊടുത്തു. ആഹാ, എൻ്റെ ചെക്കന് മുഖത്ത് മാത്രമല്ല ഭംഗിട്ടോ, ശരീരം മൊത്തത്തിൽ ഭംഗി തന്നെയാണ്. അല്ലോ ഷാമോൻക. അവൻ നാണം കൊണ്ട് അവൻ്റെ ശരീരം പുതച്ചു പിടിച്ചു. ഇങ്ങനെ പാടില്ലടാ, ആണുങ്ങളായാലും ഇത്ര നാണം പാടില്ല കേട്ടോ. ഏയ് അത്. അപ്പോഴേക്കും അത് അവനുള്ള തുണിയും പാൻറ്റൊക്കെ കൊണ്ടുവന്നു. അത് ഞാൻ എടുത്തോളാം. വേണ്ടടാ, ഞാൻ എടുത്തു തരാം, ഇങ്ങോട്ട് നിന്നയ്യേ. എന്നാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവന് നന്നായിട്ട് ഷമ്മാസ് പരിചരിച്ചു. അതെല്ലാം ഉടുത്തു കൊടുത്തു. പതുക്കെ അവനെ ഒന്ന് പൊക്കിയെടുത്തു. തല നന്നായിട്ട് കറങ്ങുന്നുണ്ടായത് കൊണ്ട് തന്നെ അവൻക്ക് ഒരു പ്രയാസം നോയി നടക്കുവാൻ. വീഴേണ്ട, നടക്കണ്ടടാ, ഞാനുണ്ടല്ലോ, വാ എന്നെ പിടിക്ക്. അവൻ പതുക്കെ വെച്ച് നടന്നു. എന്തിനാ അങ്ങനെ നടക്കുന്നു? ഞാനങ്ങ് പൊക്കിയെടുത്തോട്ടെ. അല്ലോ അത് വേണ്ട. എന്നാൽ അത് കേട്ടില്ല. എന്നാൽ കുഞ്ഞുവിനെ അവൻ തന്നെ അങ്ങ് ഷമ്മാസ് തന്നെ പൊക്കിയെടുത്തങ്ങ് കൊണ്ടുപോയി വണ്ടിയിലേക്ക് ചാരിക്കെടുത്തി. ഇവിടെ കിടക്ക്. ഉമ്മ, ഉപ്പ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. അവന് പനിയായുമ്പോഴേ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പനി ആയതുകൊണ്ടേ അതാണ്. ആരെങ്കിലും പോരണോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയാക്കും, അതിനിപ്പോൾ എന്താ. എന്നാൽ ഈ സമയം കുഞ്ഞുവിന് ആകപ്പാടൊരു ടെൻഷനായി. ഇക്ക, എന്നെ കൊണ്ട് ബുദ്ധിമുട്ടില്ലേ? എനിക്ക് എന്തെന്നറിയില്ല, ആകപ്പാടൊരു തളർച്ച. എന്നാൽ ഡോക്ടർ അടുത്തേക്ക് ചെന്നു. ഷമ്മാസിനെ അറിയുന്ന ഡോക്ടർ തന്നെയാണ്. എന്തു പറ്റി? ആരാ ഷമ്മാസ്? അനിയനാണോ? ആ അതെ, അനിയൻ തന്നെയാണ്. എന്തു പറ്റി? അവനെ നല്ല രീതിയിലൊന്ന് പരിശോധിച്ചു. സാറേ, ശരിക്കും ഒന്ന് പരിശോധിക്ക്, അവന് നല്ല പനിയും കാര്യങ്ങളൊക്കെ എന്തുണ്ട്. എന്താ ഇത് കണ്ടിട്ടൊരു പേടിപ്പനി പോലെയൊക്കെയാണ് തോന്നുന്നത്, അല്ലാതെ ഒന്നും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം? നമുക്ക് ബ്ലഡും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തു, നോ പ്രോബ്ലം, ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഒന്നും കാണുന്നില്ലല്ലോ. എങ്കിലും ഞാൻ മെഡിസിൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് ഗ്ലൂക്കോസിറ്റൊക്കെ എടുക്കണോ? എന്നാൽ കുഞ്ഞു പറഞ്ഞു, വേണ്ട, അതൊന്നും വേണ്ട. ഓ, എന്നാൽ പിന്നെ ഞാനുള്ള മെഡിസിൻസ് എഴുതി തരാം, സുഖല്ലേ വരണം കേട്ടോ. അങ്ങനെ ഏതാ ഷമ്മാസ് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നു. എന്താടാ, നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട ഇക്ക, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ? എന്തിനാ ഷോപ്പിൽ നിന്ന് പോകുന്നത്? ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പോയിരുന്നു ഹോസ്പിറ്റലിലേക്ക്, പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയപ്പോഴേ. ഒന്നും വേണ്ടടാ കേട്ടോ, അതൊക്കെ ഉഷാറായിക്കോളും. അങ്ങനെ അതാ ഷമ്മാസ് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല ശക്തമായ പനി തന്നെയായിരുന്നു. മെഡിസിൻ കൊടുത്തപ്പോൾ ഒന്ന് വിട്ടു. ഷമ്മാസ് പറഞ്ഞു, ഇനി ഉണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ. അങ്ങനെ അവൻ തിരിച്ച് ഷോപ്പിലേക്ക് പോയി. എന്നാൽ ശക്തമായിരുന്നു പനി. അന്ന് രാത്രിയും ശക്തമായ പനി. അവനൊന്നും കഴിയാത്ത അവസ്ഥ, കൈകാലുകൾ തളർന്നു പോകുന്ന പോലെ. ഷമ്മാസ് വിളിച്ചു. കുഞ്ഞു ഫോൺ എടുത്തില്ല. ഉമ്മയായിരുന്നു. ഹലോ. ആ ഉമ്മ, എങ്ങനെയുണ്ട് കുഞ്ഞുനെ? എന്നാൽ ആദ്യം അവർ നിശബ്ദത പാലിച്ചു. കാരണം ഒന്നുകൊണ്ടും ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അൽഹംദുലില്ലാ, കുറേയൊക്കെ മാറ്റുണ്ട് എന്നാലും. എന്നാൽ പെട്ടെന്ന് ഫസീലത്ത, ഷാമോനെ ഒരു കുറവുമില്ലടാ, ഒരു കുട്ടിക്ക് എന്താ പറ്റിയത് അറിയില്ല. എന്നാൽ അത് കേട്ടപ്പോൾ ഷമ്മാസ് വല്ലാതെ അങ്ങ് വിഷമിച്ചു. ഉമ്മ, കുഞ്ഞുവിന് നന്നായിട്ട് പനിയുണ്ട്, അതൊരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്, പിന്നെ നിൽക്കണേ ഇല്ലല്ലേ, ഞാനൊന്ന് പോയിട്ട് വരാം. എന്നാൽ അത് മിസിരിയെ കേട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഉമ്മ എന്താ പറഞ്ഞത്? അല്ലേ, അത് ഫസീലാൻ ഞങ്ങളെ കുഞ്ഞുണ്ടല്ലോ അവിടുത്തെ, അവൻക്ക് പനിയാണെന്ന് രാവിലെ ഇന്നലെ മുതൽ തുടങ്ങിക്കണമെന്നും തീരെ സുഖമായിട്ടില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയണത്. ഏതൊക്കെ അള്ളാഹു പോലും പെട്ടെന്ന് ഷിഫാക്കട്ടെ. ആ ഒരു കുടുംബത്തിനുള്ള തണി അതാണ്. പടച്ച റബ്ബ് കാക്കട്ടെ റബ്ബേ. ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാലേ നല്ല ചുറുചുറുക്കുള്ള പ്രായത്തിൽ കുട്ടികളെ നല്ല മട്ടത്തിൽ ജീവിക്കണ ചോരത്തിളപ്പുള്ള പ്രായത്തിലാണ് ഓരോ മരണം കേൾക്കണത്. അല്ലാ നീ കാക്ക് റഹ്മാനെ. എന്നാൽ അത് കേട്ടപ്പോൾ അതാ നമ്മുടെ മിസ്രിയുടെ ഹൃദയം പൊട്ടിപ്പോയി. അല്ലാ, എൻ്റെ ആരുമല്ല, പക്ഷേ എൻ്റെ ആരുമല്ലെങ്കിലും എൻ്റെ ആരൊക്കെയായി മാറിയ പോലെയാണ് ഇപ്പോൾ കുഞ്ഞു. അല്ലാ നീ ഷിഫ നൽകണേ. അവൾ പെട്ടെന്ന് ഉളൂഹ് ചെയ്ത് നമസ്കരിച്ച് പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പടച്ചോനെ പെട്ടെന്ന് ഷിഫിയാക്കണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊട്ടും നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ, ആമീൻ. അവൾ കുഞ്ഞുവിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഖുർആൻ പാരായണം ചെയ്തു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നാൽ ഈ സമയം ഷമ്മാസ് അവിടെ എത്തി.
സത്യമായിട്ടും കുഞ്ഞുവിന് നന്നായിട്ട് ടെൻഷനായിട്ടുണ്ട്. കുഞ്ഞുവിനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മുഖഭാവമൊക്കെ മാറി. ആകെപ്പാടെ എന്തൊക്കെയോ. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. കുഞ്ഞു, അല്ല, പൊള്ളുന്ന പനിയാണല്ലോ, മെഡിസിൻസ് എല്ലാം കൊടുത്തതാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എവിടെ പോയാലും ഈ ഒരു പാരസെറ്റാമോളും അതിൻ്റെ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. പടച്ച റബ്ബേ, നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. എന്താ ഇപ്പം ഞാൻ ചെയ്യുക? എന്നാൽ ഷമ്മാസ് എന്ത് ചെയ്യണം? വീണ്ടും ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകാം, വാ, അഡ്മിറ്റ് ആക്കേണ്ടി വരും, അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ കുഞ്ഞുവിനെ വീണ്ടും വാരിയെടുത്തുകൊണ്ട് ഷമ്മാസ് വണ്ടിയിലേക്ക് വെക്കുന്നു. ഫസീല പറഞ്ഞു, മോനെ ഞാനും വരടാ, എന്തെങ്കിലും വേണ്ടെത്താ, ഇവിടെ ഉമ്മ ഇപ്പം തനിച്ചാണ്, മക്കളും നിങ്ങൾ വരണ്ട, ഞാൻ തന്നെ മതി കേട്ടോ, നിങ്ങൾ ഇവിടെ നിന്നോളൂ. നിങ്ങൾ പോന്നു കഴിഞ്ഞ് ഇവരെന്തെങ്കിലും ടെൻഷനായി ആയിക്കഴിഞ്ഞാൽ അതിലേറെ പ്രശ്നമായിരിക്കും. ശരിക്കും ഷമ്മാസ് കുഞ്ഞുവിനെ അതാ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതാ അവൻ്റെ ഫോണിലേക്ക് ഉമ്മ വിളിക്കുന്നു. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മോനെ, എന്തായി? കുഞ്ഞുവിൻ്റെ വർത്താനം എന്താ മട്ടെന്നാവല്ലേ? പഠിച്ചോൻ ഷിഫിയാക്കി കൊടുക്കട്ടെ. ഉമ്മ, അവന് തീരെ വയ്യുമ്മ, അവനകത്ത് തളർന്നു പോകുന്ന രീതിയിലാണ്. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്നുകൂടെ കൊണ്ടുപോയി. മോനെ ഇന്നല്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആ മെഡിസിൻസ് ആൻറ്റിബയോട്ടിക്കും അതുപോലെ തന്നെ പാരസെറ്റാമോളും കാര്യങ്ങളൊക്കെ കഴിച്ചോ? ഇല്ല, ഒരു നേരത്തെ കഴിച്ചിട്ടുള്ളൂ, പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞൊന്നും കാണില്ല. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തില്ലടാ? ഒക്കെ ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇനി പോയാൽ വേറെ ഹോസ്പിറ്റലിൽ പോയാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും ഈ മെഡിസിൻ ചെയ്താലും ഇത് കുറ്റിക്കയറ്റലും തന്നെ ഇക്കാരം. ഉമ്മാൻ്റെ കുട്ടി ഒരു പണി ചെയ്യേ. എന്തോ ഉമ്മ, ഈ നേരെ മുഹ്സിൻ തങ്ങൾ എടുത്ത് കൊണ്ടേക്കൂടെ? നമ്മളിപ്പോൾ ഭൗതിക ചികിത്സ ചെയ്തു, ഇനി ആത്മീയ ചികിത്സ ഒന്ന് നോക്കുക, അല്ലാതപ്പോൾ ശരിയാവില്ലല്ലോ. ഉമ്മ, ഈ ഒരു പനിച്ച് കിടക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ ആത്മീയമായിട്ട് പോയാൽ എങ്ങനെ? വേഗം ഹോസ്പിറ്റൽ തന്നെ ലക്ഷ്യം. എൻ്റെ പൊന്നാര കുട്ടിയെ, അവിടെ പോയി മരുന്നും ഗുളികയും കുടിക്കലും ഗ്ലൂക്കോസും ഒക്കെ ഉണ്ടാവും, പക്ഷെ ചിലതും പൊന്നാര കുട്ടിയെ അതുകൊണ്ട് മാറൂല. അനക്കതിനെപ്പറ്റി അറിയായിട്ടാണ് ഉമ്മ. പെട്ടെന്നാണ് അത് ഓർമ്മ വന്നത് നമ്മുടെ ഷമ്മാസിന്. അതെ, ഉമ്മയുടെ സ്വർണ്ണാഭരണം അത് മോഷ്ടിച്ച റാഹിലയും ഷെറീനയും. അല്ലാ, അതവന് പെട്ടെന്ന് ഓർമ്മ വന്നു. അതെ, എല്ലാം നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല, ചില ആത്മീയ ചികിത്സകൾ കൊണ്ട് അതെല്ലാം നേടാനാവും. മോനെ, എന്തേ മിണ്ടാതിരിക്കണത്? ഏയ് ഇല്ല ഉമ്മ, അത് എന്താ ഞാൻ പറഞ്ഞിട്ടൊരു മിണ്ടാട്ടില്ലാത്ത എനിക്ക്? എന്നാൽ ഉമ്മ ഇത് ശരിക്കും ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല ഇപ്പോഴും. ഉമ്മയെ അറിയിക്കരുതെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. എന്തായാലും ഉമ്മ ആ 1 കോടിക്കണക്കിന് രൂപയുള്ള സ്വർണ്ണമൊക്കെ പള്ളിക്ക് കൊടുത്തത് നന്നായി. വീട്ടിൽ വെച്ചുകൊണ്ടുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. പടച്ചോനെ. മോനെ, എടാ, ആ മുഹ്സിൻ തങ്ങളെടുത്തൊന്ന് കൊണ്ടുപോയോക്ക്. ചിലപ്പം വല്ല കണ്ണേറ് അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ മതി പുന്നാര മോനെ. പിന്നെയെന്ന് വെച്ചാൽ ഈ മുച്ചന്തി മോന്തിക്ക് അങ്ങനെ നടക്കുന്ന കുട്ടികളൊക്കെ ചോരത്തളപ്പുള്ള പ്രായമല്ലേ. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ കുട്ടി ഒന്ന് അവിടെ കൊണ്ടുപോയി നോക്കി. അന്നറിയണയല്ല, എൻ്റെ കൂട്ടുകാരൻ തന്നെയല്ലേ? ആണുമ്മ. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പൊന്നു മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുന്നു, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ഇനി വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെന്താട്ടും? അവിടെ അഡ്മിറ്റ് ആക്കും. ആദ്യം തന്നെ എന്ത് ചെയ്യും? എല്ലാ ടെസ്റ്റും കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യും. പലയിടത്തുള്ള സംഭവമാണിത്. എല്ലാ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കാൻ വരെ ചിലപ്പോൾ ഒരു ഡോക്ടർ ഉണ്ടാവില്ല, എത്തിയിട്ടുണ്ടാവില്ല. ചെയ്യാനുള്ള മുഴുവൻ ചെയ്യിപ്പിച്ച് ഓല പേയ്മെൻ്റ് അങ്ങോട്ട് ആക്കും. സ്കാനിങ് കാര്യങ്ങൾ, MRI, CT എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസുഖം കണ്ടില്ലേ പിന്നെ അങ്ങനെയാണല്ലോ ഓല് ചെയ്യലേ. എന്താ ഏതാ കാര്യം എന്നറിയാഞ്ഞാലേ അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്ത് ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതേ കാര്യം ഉണ്ടാകുക. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോയി നോക്കിക്കാളേ കേട്ടോ. ഉമ്മ, ഞാൻ പോയി നോക്കിക്കോളാം. ഇനിയിപ്പോൾ ഈ സമയമായില്ലേ, ഞാൻ രാത്രിയല്ലേ, ഇനിയിപ്പോൾ തങ്ങളെടുത്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ തങ്ങൾ റെസ്റ്റിലായിരിക്കും. തൽക്കാലം ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഒന്ന് കൊണ്ടുപോട്ടെ. ആയിക്കോട്ടെ എന്നാൽ മോനെ, അങ്ങനെ ചെയ്യാം. വൈകുന്നേരം എത്ര മണി വരെ ചികിത്സ? 5 മണി വരെ. അത് ശരി, അതും ശരി തന്നെയാണ്. ഇനിയിപ്പോൾ രാത്രി തങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ട, അതും ശരി. എന്നാൽ ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോയിക്കോളി. പോണട്ടോ, രാവിലെ തന്നെ പോണട്ടോ പറ്റുന്നുണ്ടെങ്കിൽ. ആയിക്കോട്ടെ ഉമ്മ. എന്നാൽ അന്ന് ഷമ്മാസ് നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. പതിവ് പോലെ അതാ ഉമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ബ്ലഡ് വീണ്ടും കുത്തിയെടുത്ത് ചെക്കിങ്ങും കാര്യങ്ങളും കൗണ്ട് നോക്കലും അതും ഇതും എല്ലാം നോക്കാൻ തുടങ്ങി. എല്ലാ ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷേ പനിക്കൊരു കുറവുമില്ല, ഒന്നുമില്ല. ആകെപ്പാടൊരു ടെൻഷൻ, പേടി, അങ്ങനെയൊക്കെ. ഡോക്ടർ വന്നു, ഒന്നും കാണുന്നില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ഗ്ലൂക്കോസൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണം അവന് കഴിക്കുന്നില്ല.
ഷമ്മാസ് ആ രാത്രി മുഴുവൻ അവന് കൂട്ടിരുന്നു. കുഞ്ഞു മോൻ വിഷമിക്കണ്ട കേട്ടോ, ഒന്നുകൊണ്ടും എന്താ പറ്റിയത് എന്നൊന്നും അറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ നമ്മുടെ വാഫി ഉസ്താദ് ആകപ്പാടെ ടെൻഷനിലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, താൻ ഇന്നലെ പോരുമ്പോൾ തന്നെ കോള് വന്നതാണ് പ്രിൻസിപ്പളിൻ്റെ, ഇൻ്റർനാഷണൽ സ്കൂളിലെ. ഹലോ, എന്തായി പെങ്ങളെ കാര്യം? പെങ്ങളെ നമുക്ക് തരിട്ടോ, നിങ്ങൾ വേറെ ആർക്കും കൊടുക്കല്ലിട്ടോ. പെങ്ങളെ ഞാൻ കണ്ടിക്കണ്. പെങ്ങളെ അന്നോള് പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയിട്ട് എന്തൊരാവശ്യത്തിന് ഞാൻ വേണ്ടി ചെന്നപ്പോഴേ ഞാൻ കണ്ടിക്കണ്. ആ കണ്ട നിമിഷമാണ് ഞാൻ അവിടുത്തെ ആ ആയനോട് ചോദിച്ചത്, അതായത് ആ പെൺകുട്ടി ആരാന്നുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് കാര്യങ്ങളൊക്കെ. പിന്നീട് വാഫിസ്താദ് ഞങ്ങളെനിക്ക് പരിചയമുണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പെണ്ണിനെ കണ്ടപ്പം തന്നെ എൻ്റെ മനസ്സിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നുമല്ല, എനിക്ക് ഈ വലിയ സ്കൂള് അതിൻ്റെ പാർട്ട്ണർഷിപ്പ് എനിക്കാണ് ഉള്ളത്. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. അവൾക്ക് നല്ല ജോലിയും കാര്യങ്ങളും അതും ഞാൻ കൊടുക്കാം. അവൾക്ക് എന്ത് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ അവൾക്ക് കൊടുക്കാം. എനിക്ക് ഓളങ്ങൾ കെട്ടിച്ചേരി. എന്നാൽ ശരിക്കും വാഫിസ്താദ് പറഞ്ഞു, അത് സാറേ ഞാനത് പറയാം. മോൾക്ക് പെങ്ങൾക്ക് അത്ര വലിയൊരു ഇത് തോന്നിയിട്ടില്ല. പറഞ്ഞപ്പോഴൊന്നും അവൾ കരയായിരുന്നു ചെയ്തത്. അവൾ പറഞ്ഞത് ഇപ്പോൾ താല്പര്യമില്ലേക്കാ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ആക്കാമെന്നും വിചാരിച്ചു. എന്താടോ ഇങ്ങനെ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ ഒരു കാര്യം? അന്ന് ഞാനത് സീരിയസ് ആക്കിയിട്ടില്ല. എന്നാലും അങ്ങനെയാണ് വേണ്ടത്. അല്ല, എന്തിനാണ് ഇപ്പോൾ എവിടെ അവളെ കൊണ്ടുപോയി നിർത്തിയിരിക്കണേ? അത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ്റെ അവിടെ പുത്തൻവീട് തറവാട് എന്നൊക്കെ പറയും. വലിയ തറവാട്ടുകാരാണ്. അവിടെ ഒരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാൻ്റെ അടുത്താണ്. ഓ, എന്തിനാ അവിടെ ഇവിടെ കൊണ്ടാക്കിക്കണ്? ആ കുട്ടികളെ മനസ്സിക്ക് എന്ത് കയറിക്കൂടിയാലേ അതും ആയില്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലേനോ? എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയാൽ പോരേനോ? അതിനെന്തേ? അത് അവളുടെ ഇഷ്ടം അല്ലേ നമ്മൾ നോക്കേണ്ടത്. അവൾക്ക് അവിടെ ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലേ? അല്ല ഓഫീസ്താതെ, നിങ്ങളെ സംസാരത്തിൽ എന്തോ ഒരു മിണിങ്ങിക്കളി ഉണ്ടല്ലോ. എന്താ, ഞമ്മക്കോളെ കെട്ടിച്ചേരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അത് അങ്ങനെയൊന്നുമില്ല, താല്പര്യമില്ലായിട്ടൊന്നല്ല. എനിക്ക് എൻ്റെ പെങ്ങള് സന്തോഷമല്ലേ എനിക്ക് വലുത്. ഓൾക്ക് ഉമ്മയും ബാപ്പയും ഇല്ലാത്തല്ലേ, ഓളെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ ഞാൻ നിൽക്കണ്ടേ? വാപ്പിസ്താതെ, ഓളെ ഇഷ്ടത്തിന് മാത്രം നോക്കി നിന്നാലേ കുട്ടികൾ തെറ്റിലേക്ക് പോയി പോവും. പിന്നെ വേണ്ടാത്തിനൊന്നും നിൽക്കണ്ട നിങ്ങൾ. ആയും തന്നെ ഞാൻ പറഞ്ഞേക്കാം. അല്ല സാറേ, നിങ്ങൾ എന്തേ പറയുന്നത്? ഒന്നുമല്ല, പെങ്ങളോട് പറയ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെയാണ് മറന്നിട്ട് നല്ല രീതിയിൽ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ. എന്നാൽ വാഫി ഉസ്താദിന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. സാർ നിങ്ങൾ എന്തേ പറഞ്ഞു? എൻ്റെ പെങ്ങൾ അത്തരക്കാരിയൊന്നുമല്ല. പിന്നെങ്ങനെ ഇത്രമാത്രം അവളെ വിവാഹത്തിന് വേണ്ടി ഞാൻ നിർബന്ധിച്ചു അവളെ കൂടെ കൂട്ടാൻ ശ്രമിച്ചിട്ടും എന്താ അവൾക്ക് ഇത്ര ഒരു മടി? സാധാരണ ഈ പ്രായം പെൺകുട്ടികൾ ആങ്ങളമാർ ഉമ്മയും പാപ്പയും ഇല്ലെങ്കിൽ ആങ്ങളമാർ പറഞ്ഞാൽ അനുസരിക്കല്ലേ വേണ്ടത്? എന്താ നിങ്ങളെ തീരെ ഒരു വിലല്ലേ? നിങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ട്, നിങ്ങൾ പറയാത്തോണ്ടല്ലോ അവളെങ്ങനെ അവളുടെ ഇഷ്ടത്തിന് മാത്രം ഞാൻ വിട്ടെടുക്കല്? എൻ്റെ പൊന്നു വാഫിസ്താതെ, എനിക്കും അവളെ നല്ല ഒത്തിരി ഇഷ്ടം. ഞാൻ അവളെ കണ്ടിക്കണ്. ഞാൻ അന്ന് എത്തിങ്ങാനയിൽ അങ്ങോട്ട് എന്തൊരു ആവശ്യത്തിന് ചെന്ന സമയത്ത് ഈ കുട്ടി അവിടെ ഫുഡ് കഴിച്ച് പാത്രം കഴുകാൻ വരുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് അറിയാതെ അങ്ങോട്ട് അവിടെ നിന്നൊരു വർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളെ തൊട്ടപ്പുറത്ത് ഞങ്ങളെ സ്ഥാപനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലിങ്ങനെ വന്നതാണ്. അത് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ നിൽക്കുവാണ് ആ ഒരു സ്ഥാപനം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടപ്പോഴന്നെ അവിടുത്തെ കുക്കിങ്ങിൻ്റെ ആളുണ്ടല്ലോ, അവരോട് ഞാൻ ചോദിച്ചറിഞ്ഞാണ് ഈ വിഷയം. അന്ന് എൻ്റെ മനസ്സിൽ കൂടിയതാണ്. പക്ഷേ എക്സാം കഴിഞ്ഞ് പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഏകദേശം ഈ അവസാന വാരത്തിൽ തന്നെയാണത്. അതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോഴേക്കും. പെട്ടെന്ന് അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ വാഫി ഉസ്താദിന് ആകപ്പാടൊരു ടെൻഷൻ. അത് പെങ്ങളിഷ്ടല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ എൻ്റെ സാറേ. എടാ, അതൊക്കെ സമ്മതിപ്പിക്കുക. ഒന്ന് പെങ്ങളോട് വിളിച്ച് കാര്യങ്ങൾ കുറച്ച് സ്ട്രിക്റ്റിൽ പറയും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ചോദിച്ചോണ്ടി, പെങ്ങളെ മനസ്സിൽ വേറെ ആരെങ്കിലും കയറി കൂടിക്കണമെന്ന്. അങ്ങനെയാണെങ്കിലേ ഓല് വേറെ ഒന്നിനും സമ്മതിക്കൂല. അല്ലാതെ ഒന്നുമില്ല, ഫ്രീ ആയ കുട്ടികളാണെങ്കിലേ ഓല് പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിക്കും. പക്ഷേ ഇത് എൻ്റെ പെങ്ങളെ മനസ്സിൽ ആരോ ഉണ്ട്, അതാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഓള് സമ്മതിക്കാതിരിക്കൂല. പെണ്ണാണ് ജാതി, മിണ്ടൊന്നുമില്ല. പെട്ടെന്ന് കുറേ കഴിഞ്ഞിട്ടേ പറയുള്ളൂ കാര്യങ്ങൾ. ഓല മനസ്സിൽ എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിലേ അതോലെ മനസ്സിലുണ്ടാവും. അതന്നെ ഓൾക്ക് വേണ്ടിയും വരും. വലിയ വാശിക്കാരേക്കാരം. ആണുങ്ങളെപ്പോലെ വിട്ടുവീഴ്ചൊന്നും ഓല് ചെയ്യൂല.
സാറേ കരുതിക്കോളി, പിന്നെ പെങ്ങക്ക് വയറ്റിലുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കുറേ ഹിജാബ് ധരിച്ച കള്ളത്തിയാളുണ്ടാവും, ഉള്ളിൽ പല കള്ളത്തരങ്ങൾ നടക്കണുണ്ടാവും. നല്ലോണം കരുതിക്കോ. എൻ്റെ പെങ്ങള് മോശക്കാരത്തിയാണോ അല്ലേന്ന് ഒന്ന് നോക്കേണ്ടി വരും ഇയ്യേ. സാറേ ഇങ്ങളാ പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയലിട്ടോ, അതെനിക്ക് താങ്ങാനാവില്ല. ഉമ്മയും ബാപ്പില്ലാന്നേ ഉള്ളൂ. ഓൾക്ക് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഇക്കാക്കാൻ്റെയും എല്ലാവരുടെയും സ്നേഹം കൊടുക്കുന്നത് ഞാനാണ്. എൻ്റെ പെങ്ങളെക്കുറിച്ച് അനാവശ്യം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഒന്ന് പോടാ. പെങ്ങളാദ്യം പോയി നന്നാക്ക്, ഇട്ടുള്ള മനസ്സ് മാറ്റി വാ. പിന്നെ ഞാൻ പറഞ്ഞ ഗർഭത്തിൻ്റെ കാര്യം അതും മറക്കണ്ട. ഹിജാബിനുള്ളിലെ കള്ളഗർഭം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. ശരിക്കും അത് കേട്ടപ്പോൾ വാഫി ഉസ്താദിന് വല്ലാത്തൊരു വിഷമായി. റബ്ബേ, ഛേ, എന്തൊക്കെയാണ് പഹയം പറഞ്ഞത്. അവന് എത്ര വലിയ കൊട്ടാരുണ്ടായിട്ടും എത്ര വലിയ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഉടമസ്ഥനായിട്ടും പറഞ്ഞ വാക്ക്, അതെ പെങ്ങള് സമ്മതം മൂളിയിട്ടില്ല, അവൾ മൂഡ് ഓഫിലാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അവന് ദേഷ്യം പിടിച്ചുകണ്ടില്ലേ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ പെങ്ങളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്താലേ അവൻ്റെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിലേ ഉറപ്പായിട്ടും പണക്കാരല്ലേ, പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ലല്ലോ. പാവപ്പെട്ട് ഞങ്ങളോട് വേണോ ഈ രീതിയിലുള്ള സംസാരമൊക്കെ. ശരിക്കും വാഫി ഉസ്താദിനന്ന് വല്ലാത്ത ടെൻഷനായിരുന്നു. എന്നാൽ അയാൾ എന്തൊക്കെ ചെയ്തു, ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നൊന്നും അറിയുന്നില്ല. അവൾക്ക് ആ പെണ്ണ് കുറച്ച് ഗ്ലാമർ ഉണ്ട് എന്നുള്ള അഹങ്കാരമാണ്. ആ അഹങ്കാരിയായ പെണ്ണിന് പണി ഞാൻ കൊടുത്തോളാം. അപ്പോൾ തന്നെ അത് തൻ്റെ കൂട്ടുകാരനായ ഒരു ജ്യോത്സ്യൻ്റെയോ അതോ ആരുടെയോ അടുത്തൊക്കെ അങ്ങനെ പോയിക്കണ്. ആ പെണ്ണിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്തൊക്കെയോ ചെയ്തു, ആരൊക്കെയാവോ. എന്നാൽ എന്താ ആ പെണ്ണിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ആ പെണ്ണിന് ഒരുത്തിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. ഓഹോ, അപ്പം അതാണ്. അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം. ഓനങ്ങ് ഇല്ലാതാക്കാൻ കഴിയായിട്ടൊന്നുമല്ല. ശരിക്കും അയാൾ ആ മോശമായ പ്രവൃത്തി, ഈമാനില്ലാത്ത പ്രവൃത്തിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. എന്ത് ചെയ്യാൻ, പാവം നമ്മുടെ കുഞ്ഞു. അവന് നിഷ്കളങ്കമായൊരു കുഞ്ഞു. അവന് അവളെ കണ്ടപ്പോൾ ഒന്ന് ഇഷ്ടം തോന്നി എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള ഷെയ്ത്താന്മാർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നമുക്ക് സന്തോഷവും സമാധാനവും തരില്ലല്ലോ. എന്ത് ചെയ്യാൻ. മിസ്രിക്കും തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത, എന്തൊക്കെയോ ഒരു ഇടങ്ങാറ്, ബുദ്ധിമുട്ട്, എന്തെന്നറിയില്ല. അതിനിടയിൽ കുഞ്ഞു ഹോസ്പിറ്റലിലാണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ അവൾ കരഞ്ഞു ദുആ ചെയ്തു, അല്ലാ റബ്ബേ നീ കാക്ക്. എന്നാൽ ആ രാത്രി തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ, വാഫി ഉസ്താദിനെ വിളിക്കണമെന്ന് തോന്നി. കാരണം തൻ്റെ പ്രിയപ്പെട്ട ആങ്ങള, പ്രിയപ്പെട്ട ഇക്കാക്കക്ക് വിളിച്ചാൽ ഒരു പക്ഷേ എന്തെങ്കിലും കുഞ്ഞുവിന് പറ്റിയിട്ടുണ്ടാവോ റബ്ബേ, എനിക്കറിയുന്നില്ല. ഇക്കാക്കയോട് വിളിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയാം, അത് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ പിന്തിരിയാം. അതായിരിക്കും. ഒരിക്കലും നമ്മളെക്കൊണ്ട് ഒരാൾക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ലല്ലോ. ശരിക്കും മിസ്രിയ അങ്ങനെ വിചാരിക്കുകയാണ്. അല്ലാ ഒന്ന് നേരം പുലർന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഐഷുമ്മ പറയുന്നു, എന്താ കുട്ടിക്ക് പറ്റിയതാവാൻ പഠിച്ചോനെ. കാരണം ആ കുട്ടി നല്ലൊരു കുട്ടീന് ഫസീലെന്ന് തെറ്റി നിൽക്കണ കാലത്ത് വരെ പെരുന്നാക്കൊക്കെ ഇങ്ങോട്ട് വരും, ഏതൊരു പരിപാടിക്കും വരും. നല്ലൊരു മോനേന്. ഒരാളിങ്ങോട്ട് മുഖത്തേക്ക് നോക്കിയാൽ ഒരു പുഞ്ചിരിയാണ്. ഒരാളോടൊരു ദേഷ്യവും ഇല്ല, അസൂയയില്ല, കിബിറും ഇല്ല, അഹങ്കാരവും ഇല്ല. അങ്ങനെ ഒരു കുട്ടീനെ കുഞ്ഞു അങ്ങനെ വിളിച്ചാണ് ശീലമായി. പഠിച്ചോനെ കുട്ടിക്ക് എന്താന്നാവും പറ്റിയത്. ഇതുവരെ അസുഖവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലേനു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ റഹ്മാനെ. എന്താന്നാവും ആ കുട്ടിക്ക് പറ്റിയത് പഠിച്ചോനെ. നല്ലൊരു മോനേനു. അല്ല പെരയ്ക്കുള്ള ഒരു തണിയും കൂടിയാണ്. അല്ലെങ്കിലും ഈ പ്രായം കുട്ടികളെ പേടിയാണ് റബ്ബേ, നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. ആയിഷുമ്മാക്ക് ഓർമ്മ വന്നത് മറ്റൊന്നുമല്ല, അതെ തൊട്ടടുത്ത് മരണപ്പെട്ട ആ ഒരു 35 വയസ്സുള്ള യുവാവിൻ്റെ കാര്യമാണ്. പഠിച്ചോനെ ആ വീടിൻ്റെ തണിയായിരുന്നു ഓന്. ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ്, ചെറിയൊരു പെൺകുട്ടിയുണ്ട്. പോരാത്ത ഉമ്മയും ബാപ്പയും, പ്രായമായത്, കെട്ടിക്കാത്തൊരു പെങ്ങള്, ആകെയുള്ളൊരു തണി ഇവൻ മാത്രം. ഇവൻ പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് അല്ലേ അവർ കഴിഞ്ഞിരുന്നത്. ഓടാനൊരു ഓട്ടോറിക്ഷയുണ്ട്. പിന്നെ ഓൻ്റെ ജോലി ഇതൊക്കെ തന്നെ, തെങ്ങുമ്മ കയറലും തേങ്ങടലും മരം വെട്ടലും അങ്ങനെയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ റബ്ബേ ഓന് പണിയെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ആ തെങ്ങിൽ നിന്ന് തലയും കുത്തി താഴോട്ട് വീണത്.
തലച്ചോറൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് വയറിൻ്റെ ഉള്ളൊക്കെ കലങ്ങി. പഠിച്ചോനെ, എത്ര പെട്ടെന്ന് നല്ലൊരു യുവത്വം തുളുമ്പുന്ന ആ യുവാവ് മരണപ്പെട്ടു പോയത്. പഠിച്ചോനെ, ആ വീടിന് തണില്ലാതായി. ഗർഭിണിയായ ആ പെണ്ണ്, പ്രായമായ ഉമ്മയും ബാപ്പയും. ഉമ്മ കരയാണ്, പഠിച്ചോനെ എനിക്ക് ഞാരാ, എൻ്റെ കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ കരയാണ്. റഹ്മാനെ, അത്രമാത്രം ഹൃദയം പൊട്ടിയാണ്. അല്ലാ, നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. യുവാക്കളൊക്കെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. അവരെ കൊണ്ടുപോവല്ല അല്ലാ. ശരിക്കും ഐഷുമ്മ അയൽവാസിയുടെ വീട്ടിൽ നടന്ന ആ മരണത്തിൽ വളരെയധികം വിഷമിച്ചു. റബ്ബേ, നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. കുഞ്ഞൂനെ ഒന്നും പറ്റരുതേ അല്ലാ. കാരണം ഒന്നുമല്ലേ, മനുഷ്യന്മാർ പല രീതിയിൽ ആൾക്കാരുണ്ടാവും. ഒന്നിനും മടിക്കാത്തവരുണ്ടാവും. ഈമാൻ ഇല്ലാത്ത പല ആളുകൾ പല പ്രവൃത്തിയും ചെയ്യും. അള്ളാഹുവേ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സിഹിർ വലിച്ചതല്ലേ, അതിൻ്റെ ഫലമായിട്ടല്ലേ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നുള്ള ആ ഒരു സൂറത്ത് ഇറങ്ങിയത്. അള്ളാഹുവേ റഹ്മാനെ, നീ കാത്ത് രക്ഷിക്കുക. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. പഠിച്ചോനെ, നീ കാത്ത് രക്ഷിക്കല്ലാ. ആയിഷുമ്മ അന്ന് ഹൃദയം പൊട്ടി ഒരുപാട് ദുആ ചെയ്തു. എന്നാൽ മിസ്രിയും തഹജ്ജു നമസ്കരിച്ച് ഒരുപാട് ദുആ ചെയ്തു. റബ്ബേ അല്ലാ, നീ കാത്ത് രക്ഷിക്ക്. എന്നാൽ നേരം വെളുത്തിട്ട് തൻ്റെ ഇക്കാക്കാക്ക് ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കേനു. അതിനുവേണ്ടി സുബഹ് ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി അതാ നമ്മുടെ മിസ്രി കാത്തിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.